ഹലോ ഗൈസ്, ഇന്ന് ഞാൻ നിങ്ങളെ കുറച്ച് ക്യൂട്ട് പപ്പീസിനെ പരിചയപ്പെടുത്താട്ടോ. ഇവരാണ് നമ്മുടെ പപ്പീസ്. ഇവർ നമ്മുടെ ലെസാപ്സോ ബ്രീഡിന്റെ കുഞ്ഞുങ്ങളാണ്. ഇവർക്ക് വെറും 22 ദിവസം പ്രായം മാത്രമേ ഉള്ളൂ കേട്ടോ ഗൈസ്. മെയിൽ ആൻഡ് ഫീമെയിൽ ആയിട്ടുള്ള പപ്പീസ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. സോ ആർക്കെങ്കിലും നമ്മുടെ ഈ ക്യൂട്ട് പപ്പീസിന് ആവശ്യമുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ ഉടനെ തന്നെ കോൺടാക്ട് ചെയ്തോളൂ. ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാട്ടോ. അതുപോലെ ഇവരുടെ പാരന്റ്സിന്റെ വീഡിയോസും ഫോട്ടോസൊക്കെ ഞാൻ ഈ വീഡിയോന്റെ എൻഡിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവർക്ക് 22 ദിവസം മാത്രം പ്രായമുള്ളത് കൊണ്ട് തന്നെ ഇവരുടെ ഹെയർസും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ ഗൈസ്. ഇവർക്ക് നമ്മൾ ചെറിയ പേരൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇവളാണ് നമ്മുടെ മച്ചു. ആളുടെ ഫേസിലുള്ള ചെറിയ ബ്ലാക്ക് ഷെയ്ഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അടുത്ത ആൾ നോക്കിയേ, ഇവളാണ് നമ്മുടെ പാച്ചു. ഇവളുടെ ഫേസിൽ ചെറിയ ബ്ലാക്ക് ഷെയ്ഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവള് നല്ല ക്യൂട്ടാണ് ഗൈസ്. അടുത്ത ആളാണ് നമ്മുടെ ഗബീരല്ല ബഗീരൻ. ഇവന് നമ്മൾ ഇങ്ങനെയാട്ടോ വിളിക്കണത്. കാണാൻ ആ ലുക്കൊക്കെ ആണെന്ന് വെച്ചിട്ട് നമ്മൾ ആ പേരിട്ടതാണ്. പക്ഷെ ആ ലുക്ക് ഉണ്ടെങ്കിലും ആള് ഭയങ്കര പാവാണ് ഗൈസ്. ഇനി ഇവനാണ് നമ്മുടെ അപ്പു. ഇവൻ ഇച്ചിരി വികൃതിയാണ് കേട്ടോ. ഒരു സ്ഥലത്ത് ഇരുത്തിയാൽ അവിടെ ഇരിക്കില്ല, അവിടെ നിന്ന് ഇവിടെ നിന്ന് ഞൊടിച്ചോണ്ടേയിരിക്കും. എനിക്ക് പിന്നെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഗൈസ്. എനിക്ക് എല്ലാവരും ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് ഇവനോട് എന്തോ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്. എല്ലാവരും കാണാൻ നല്ല ക്യൂട്ടാണ് ഗൈസ്, ഒരു രക്ഷയില്ല. എനിക്കാണെങ്കിൽ ഇവരെ കണ്ടിട്ട് പീച്ച് കൂട്ടണോ ഞെക്കണോ അങ്ങനെയുള്ളൊരു ടെൻഡൻസി ആയിരുന്നു മൊത്തത്തിൽ. എനിക്ക് കാണിക്കാൻ പോകുന്നതാണ് കേട്ടോ ഇവരുടെ പാരൻസ്. ഇതാണ് നമ്മുടെ മെയിൽ ഡോഗ്. ഇത് നമ്മുടെ ഫീമെയിൽ ഡോഗും. ഇവർക്ക് നമ്മുടെ രണ്ടുപേരുടെയും കളേഴ്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. സോ ഞാൻ ആദ്യം പറഞ്ഞത് നിങ്ങൾ ആരും മറക്കണ്ട. ആർക്കെങ്കിലും നമ്മുടെ ഈ ക്യൂട്ട് പപ്പീസിന് ആവശ്യമുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ. അങ്ങനത്തെ നമ്മുടെ വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ടോ ഗൈസ്. ഇനി ഞാൻ ഇവരെ കൊണ്ട് ഓർക്കട്ടെ കേട്ടോ. വീഡിയോക്ക് പോസ് ചെയ്ത് ഇവർ ക്ഷീണിച്ചു, വീഡിയോ എടുത്ത് ഞാൻ ക്ഷീണിച്ചു. അപ്പോൾ ഓക്കെ, ബൈ.